മോർണിംഗ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരേ ഒരു മോഡൽ സെയിൽ ചെയ്തിട്ട് 500 അതിലധികമോ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. അങ്ങനെയുള്ളൊരു ഹെയർ ക്ലിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹെയർ ക്ലിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റർ ക്ലിപ്പ് കേട്ടോ. നമ്മളെപ്പോഴും കുട്ടികൾക്ക് മാത്രമല്ല ഉണ്ടാക്കുക, ഇന്ന് നമുക്ക് വലിയവർക്കുള്ളതും കൂടെ ഉണ്ടാക്കാം. ആക്ച്വലി വളരെ ചുരുക്കം പേര് മാത്രമാണ് ഈ വലിയ സെൻറ്റർ ക്ലിപ്പും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇല്ലാതെ എല്ലാവരും ഈ കുട്ടികളുടെ ഹെയർ ക്ലിപ്പും ഹെയർ ബാൻഡും ബ്രേസ്ലെറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒതുങ്ങി കൊടുക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾ വലിയവർക്കും കൂടെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ലൊരു വരുമാനം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫെൽറ്റ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. 2 കഷ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് വന്നിട്ട് നമ്മൾ മുകളിൽ വെക്കാനും പിന്നെ വേറൊന്ന് വന്നിട്ട് നമ്മൾ അടിയിൽ വെക്കാനുമാണ്. അപ്പോൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതായത് മേലെ വെക്കുന്ന വശം കുറച്ച് കൂടുതലായിരിക്കും. ഇതിൻ്റെ അടിയിൽ കൂടെ കണ്ടോ, ഇതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഈ വെക്കുന്ന ഫെൽറ്റ് ഷീറ്റ് വന്നിട്ട് നമുക്ക് ലെങ്ത്ത് കുറവായിട്ടും ആയിരിക്കും വേണ്ടത്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് ക്ലിപ്പ് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കുക. എനിക്ക് കറക്റ്റ് സെൻറ്റിമീറ്റർ ഒന്നും ഇതിൽ പറയാനില്ല, ബിക്കോസ് സെൻറ്റർ ക്ലിപ്പൊക്കെ ഓരോ സൈസിൽ വാങ്ങിക്കുന്നവരുണ്ടാവും. പല സൈസിൽ ഇത് അവൈലബിൾ ആണല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എനിക്ക് തോന്നുന്നു 8 സെൻറ്റിമീറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ വാങ്ങിച്ചത് മെറ്റൽ കളർ, അതായത് സിൽവറാണ് വാങ്ങിച്ചത്. പക്ഷേ സിൽവർ നമുക്ക് അത്ര എല്ലാത്തിനും കൂടെ മാച്ചായി പോകാത്ത കാരണമാണ് ഞാൻ ബ്ലാക്ക് വാങ്ങിച്ചത് കേട്ടോ. ബ്ലാക്ക് വാങ്ങിച്ചതല്ല, ബ്ലാക്ക് പെയിൻറ് ഉണ്ടല്ലോ നമ്മുടെ വാളിലടിക്കണം പെയിൻറ്, അത് ഞാനിതിൽ ഫുള്ള് കോട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് പെയിൻറ് അടിച്ചിട്ട് ഞാൻ ഒരാഴ്ച വെച്ച് ഉണക്കി എടുത്തിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ റൂമിൽ തന്നെയാണ് വെച്ച് ഉണക്കിയത്. പുറത്ത് വെയിലത്ത് വെക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് റൂമിൽ വെച്ചിട്ട് തന്നെയാണ് ആക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ബ്ലാക്ക് വാങ്ങിക്കുകയാണെങ്കിൽ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. പക്ഷേ സിൽവർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിച്ചിട്ട് ഇതുപോലെ പെയിൻ്റ് അടിച്ചാൽ മതി. പിന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അതിൽ തുച്ഛമായ ഒരു 3 രൂപ 4 രൂപ ഇത്തിരി കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ബോൾ ചെയിൻ എടുത്തിട്ടുണ്ട്. ഈ ബോൾ ചെയിൻ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ബോൾ ചെയിൻ എടുത്തിട്ട് നമ്മുടെ മേൽവശത്ത് വെക്കുന്ന ഫെൽറ്റ് ഷീറ്റിൻ്റെ ഉള്ള നീളം കൂടിയത്, അടിയിൽ വെക്കണ അല്ലാതെ നീളം കൂടിയ ഫെൽറ്റ് ഷീറ്റിൽ നമ്മളിങ്ങനെ ഒരു ചെയിൻ പോലെ മാല രൂപത്തിൽ നമ്മളിങ്ങനെ സൂചി നൂലും കൊണ്ട് ഇങ്ങനെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് ഒട്ടിക്കേണ്ട കാര്യമുള്ളൂ, പക്ഷെ ഒട്ടിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു മിസ്റ്റേക്കിൽ അത് പേർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ബ്രാൻഡിനും നമ്മുടെ മോഡലിനും അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് ഫെൽറ്റ് ഷീറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഈ നൂലിൻ്റെ വശങ്ങളൊക്കെ അടിയിക്കാവുമ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താണെന്ന് ആരും അറിയാനും പോകുന്നില്ല. എന്നാൽ മേലെ കാണുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കൊണ്ട് നെട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിക്കോളൂ. എന്നും വെച്ചിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോയി കാണരുത്. അപ്പോൾ ഞാൻ ഇടയിൽ പറയുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് മാറിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടേതായ രീതിയിൽ ഈ ഒരു ക്ലിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പല മിസ്റ്റേക്കുകളും പറ്റും. മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ വൈറ്റിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ക്ലോത്ത് എടുത്തിട്ട് മറിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലോത്ത് ഒന്നുമല്ല, ഇത് എൻ്റെ ഒരു ബനിയനാണ്. അതെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മേലെ വെച്ച് കാണിച്ചാൽ കുറച്ചുകൂടി ഈ യെല്ലോ ഫെൽറ്റ് ഷീറ്റ് ആണെങ്കിലും വൈറ്റ് പേളൊക്കെ ഇതിൽ വെച്ച് കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് നിങ്ങൾക്ക് മതിയെങ്കിൽ ഓക്കെയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെങ്ത്ത് കൂട്ടിയോ കുറച്ചോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം ആ രീതിയിൽ എടുക്കാം. എത്ര ലെയർ വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ലെയർ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലെയർ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ബോൾ ചെയിനിന് പകരം നിങ്ങൾ സൂചി നൂലിൽ ഇങ്ങനെ മുത്തുണ്ടല്ലോ, നമ്മുടെ നോർമൽ മുത്ത് ഇങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ നൂലായതുകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോവെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചെയിൻ കോർത്തെടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡൊക്കെ കണ്ടില്ല, ബാക്ക് സൈഡ് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നത്. നമ്മളത് ഒട്ടിക്കുന്നത് കൊണ്ട് തന്നെ ബാക്ക് സൈഡ് നമ്മൾ നൂലും കൊണ്ട് തുന്നിയതൊന്നും അറിയാൻ പോകുന്നില്ല. പിന്നെ മേൽവശം നമ്മൾ എന്തായാലും കവർ ചെയ്യുമല്ലോ, മീൻസ് എന്തെങ്കിലും ഒരു ഡിസൈൻ വെച്ച് നമ്മൾ എന്തായാലും കവർ ചെയ്യും. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടിക്കാൻ ഒരു കുഴപ്പമില്ല കേട്ടോ. ബിക്കോസ് ഫെൽറ്റ് ഷീറ്റൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും, ഒരു പ്രശ്നവും പറ്റില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്ലൂ ഗണ്ണ് ആക്കിയിട്ട് നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് ആദ്യം മുകൾ വശത്താണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. മുകൾ വശത്ത് ഒട്ടിച്ചതിന് ശേഷം മാത്രം ഞങ്ങൾ അടിയിലുള്ള പീസ് ഒട്ടിച്ചു കൊടുക്കാൻ നോക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യം അടിയിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ മേൽവശത്തുള്ളത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു രീതിയിൽ ആ ഒരു കറക്റ്റ് പൊസിഷനിൽ നിൽക്കണം എന്ന് ഇല്ല. പിന്നെ നമ്മൾ അടിയിൽ കട്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഈ അടിയിൽ എന്തിനാണ് നമ്മൾ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബൈ ചാൻസ് എങ്ങാനും മേലത്തെ ഡിസൈൻ പേർന്ന് പോകുന്ന സംശയമുള്ളവരാണെങ്കിൽ, പേർന്ന് പോകാൻ ഒട്ടും ചാൻസ് ഇല്ല, ബട്ട് എന്നാലും ഇതൊരു മെറ്റൽ ആണല്ലോ ഇതിൻ്റെ മെറ്റീരിയൽ വണ്ടി സെൻറ്റർ ക്ലിപ്പ് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേർന്ന് പോകാതിരിക്കാൻ നമ്മുടെ ഒരു ഉറപ്പിനും കൂടിയിട്ടാണ് നമ്മൾ സെൻറ്റർ ക്ലിപ്പ് വെച്ചിട്ട് സെൻറ്റർ ക്ലിപ്പിൻ്റെ അടിവശത്തും കൂടെ ഇങ്ങനെ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം മേലത്തെ ഫെൽറ്റ് ഷീറ്റും അടിയിൽ ഫെൽറ്റ് ഷീറ്റും ഒട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇനി അത് ഇളകി പോവില്ല. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 8000
ഫെവി ബോണ്ടോ നിങ്ങൾക്ക് ഈ സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഇത് യെല്ലോ ഷീറ്റാണല്ലോ, അപ്പോൾ യെല്ലോയിഷ് ഷെയ്ഡ് വരുമല്ലോ നമ്മുടെ ഫെവി ബോണ്ട് ഗമ്മിൽ വന്നിട്ട്. ആ ഒരു ഇത് നമുക്ക് അവോയ്ഡ് അതായത് ഇതിൽ ഫെവി ബോണ്ട് ഒട്ടിച്ചാലും നിങ്ങൾക്ക് അത്രയ്ക്ക് കാണുമൊന്നുമില്ല. പക്ഷേ നീറ്റായിട്ട് ഒട്ടിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഫെവി ബോണ്ടൊക്കെ. അപ്പോൾ നമ്മൾ അടിയിൽ മേൽവശത്തും നമ്മളിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഫുൾ പോളൻ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കാൻ പോണത്. നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും, ഐ മീൻ ഏത് ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒട്ടിക്കാവുന്നതാണ്. എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് പോളൻ വെച്ചാലായിരിക്കുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ പോളൻ വെച്ചിട്ട് സെറ്റ് ചെയ്യാനാണ് പോണത്. ഫുള്ളായിട്ട് നമ്മൾ പോളൻ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഫൈനൽ ലുക്ക് കാണുന്നതിന് മുമ്പ് ഞാൻ എല്ലാം പറഞ്ഞു തന്നാലേ നിങ്ങൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഓഫ് ചെയ്ത് പോയിട്ട് ചെയ്യാൻ നിൽക്കും. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ പറയുമ്പോഴല്ലേ നിങ്ങൾ ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങളിങ്ങനെ കാണാം. അതായത് ഓരോ സ്റ്റെപ്പ് ബൈ ആയിട്ട് പറയുന്ന സമയത്താണ് നിങ്ങളത് കാണുകയും ചെയ്യുള്ളൂ, നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ സിൽവർ പോളൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. സിൽവർ എടുക്കരുത്. അതായത് നമ്മുടെ ഈ ബോൾ ചെയിൻ സിൽവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഗോൾഡ് പോളൻ എടുക്കാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കുക. ഈ ബോൾ ചെയിൻ സിൽവറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സിൽവർ ബോൾ ചെയിൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സിൽവർ ബോളൻ യൂസ് ചെയ്യുക കേട്ടോ. കളർ കോമ്പിനേഷൻ കറക്റ്റായിട്ട് നോക്കുക. താഴെ ബോൾ ചെയിൻ ഗോൾഡും മേലെ സിൽവറും കൊടുത്താൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അതുപോലെ തന്നെ രണ്ടും സെയിം കളർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ പോളൻ ഞാനിങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ പോളൻ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യണത്. ആദ്യം ഈ രണ്ട് വശവും നമ്മൾ പോളനും കൊണ്ട് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഈ 8000 ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സമയം നമ്മൾ പിടിച്ച് നിൽക്കേണ്ടി വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യണമായിരിക്കും ബെറ്റർ എന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് രണ്ട് സൈഡ് ആദ്യം ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. രണ്ടറ്റും നമ്മുടെ ആ ബോൾഡ് നമ്മൾ നൂലും കൊണ്ട് തുന്നിയില്ലേ അതൊക്കെ മറയണ വിധത്തിൽ, അതായത് തുന്നിയ ആ സൈഡ് മറയണ വിധത്തിൽ നന്നായിട്ട് പോളൻ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഫോം ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്ത് ഏതെങ്കിലും ഫ്ലവേഴ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉദ്ദേശിച്ചൊരു ഡിസൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇതെൻ്റെ ഓൺ ഡിസൈനാണ്, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ഓൺ ഡിസൈൻ തന്നെയാണ്. ഞാൻ എവിടെ നിന്ന് നോക്കിയിട്ടോ, പൊതുവേ ഞാൻ ഏത് ക്ലിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഞാൻ എവിടെ നിന്ന് നോക്കിയിട്ടൊന്നും അങ്ങനെ ചെയ്യാറില്ല. ബൈ ചാൻസ് നമ്മൾ എവിടെയെങ്കിലും ഒരു ഡിസൈൻ കണ്ട് ആ ഡിസൈനിൽ എന്ത് ചേഞ്ച് കൊണ്ടുവരാം, എന്തൊക്കെ ആഡ് ചെയ്യാമെന്നേ ഞാൻ നോക്കുള്ളൂ. ഇല്ലാതെ ഒരിക്കലും ഞാൻ ഇവിടുത്തെയും ഡിസൈനൊന്നും എടുത്ത് നോക്കി അതുപോലെ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചിലതൊക്കെ കസ്റ്റമേഴ്സ് പറയണത് നമ്മൾ ചെയ്തു കൊടുക്കും. അവരെവിടെന്നെങ്കിലും ഒരു ഡിസൈൻ കണ്ടിട്ട് അത് ചോദിച്ചാൽ നമ്മൾ അത് ചെയ്തു കൊടുക്കും എന്നല്ലാതെ ഞാനായിട്ട് എവിടെ നിന്ന് നോക്കിയിട്ട് ആരുടെയും കോപ്പി അടിച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ പോളൻ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം. നിങ്ങൾക്ക് വെറും പോളൻ മാത്രം വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഇങ്ങനെ നമ്മൾ ക്രോസ് ആയി വെക്കുമ്പോൾ നമുക്ക് ആ സെൻറ്ററിൽ നമുക്ക് ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് മാത്രമായിട്ട് കാണുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആ ലീഫ് കാണണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെൻറ്ററിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് പോളൻ മാത്രമായിട്ട് ലീഫ് റിമൂവ് ചെയ്ത് പോളൻ മാത്രമായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ ഇതിൽ വേറൊരു ഐഡിയ ആണ് കൊണ്ടുവരാൻ പോണത്. അപ്പോൾ ചിലർ ചോദിക്കും, ചേച്ചിക്ക് എപ്പോൾ നോക്കിയാലും ഈ രണ്ട് മെറ്റീരിയൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന്. അങ്ങനെയല്ല, നമുക്ക് മനസ്സിലൊരു ഐഡിയ തോന്നുമ്പോൾ ഞാനത് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ചെയ്യുന്ന ഐഡിയകളൊന്നും ഓൾമോസ്റ്റ് എൻ്റെ ഇല്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് തോന്നുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോയും ചെയ്യും. അപ്പോൾ നമ്മളത് ആ സെൻറ്ററിൽ ഞാൻ പോളൻ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോളൻ്റെ പകരം ഞാനിവിടെ ജാസ്മിൻ ബഡ്സ് ആണ് വെക്കാൻ പോകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ പലവരും ചിന്തിക്കുന്നുണ്ടാവും ഈ ജാസ്മിൻ ബഡ്സും പോളനും മാത്രമാണ് ഇയാളുടെ കയ്യിൽ ഉള്ളത് എന്ന്. എനിക്ക് ഇത് കുറച്ചുകൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജാസ്മിൻ ബഡ്സും അതുപോലെ തന്നെ ഈ ഒരു പോളനൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ ഞാൻ പോളൻ വെക്കാമെന്ന് പറഞ്ഞതിന് പകരം ഞാൻ എന്താണ് വെക്കണത്, ജാസ്മിൻ ബഡ്സ് ആണ് വെക്കുന്നത്. ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ബഡ്സ് ആണ് വെക്കുന്നത്. അടുപ്പിച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനത് ആക്ച്വലി എനിക്കിത് മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഞാൻ കുറച്ച് ഗ്യാപ്പായിട്ട് വെച്ചുപോയി. എന്നിട്ട് പിന്നെ ഞാൻ അടുപ്പിച്ച് അത് ആക്കിയിട്ടോ. ഒരു വിധത്തിൽ ഞാൻ അടുത്തടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് അടുത്തടുത്ത് വെക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം. അടുത്തടുത്ത് വെക്കണമെങ്കിൽ അടുത്തടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു 3 4 ഇങ്ങനെ ഗ്യാപ്പിൽ വിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ജാസ്മിൻ ബഡ്സിൻ്റെ തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അത് തണ്ട് കട്ട് ചെയ്തെടുത്തതാണെന്ന്. പിന്നെ ഈ പോളൻ്റെ ഈ ചെറിയൊരു പീസ് ഇങ്ങനെ നിവർന്ന് നിൽക്കണമെന്നുണ്ട്. അത് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കട്ടറിയും കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ വൃത്തികേടായിട്ട് എന്തെങ്കിലുമൊക്കെ ഫിനിഷിങ് അല്ലാതെ നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കട്ട് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ. അല്ല, അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും നമ്മുടെ ഒരു ജാസ്മിൻ ബഡ്സ് എടുത്തിട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ
അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ 3 ആയിട്ട് വെക്കണം. ഇത് ആക്ച്വലി 4 വെച്ചപ്പോൾ ഒന്ന് തെക്കോട്ടും ഒന്ന് വടക്കോട്ടും പോയി. അപ്പം ഞാൻ വിചാരിച്ചു അടുപ്പിച്ചടുപ്പിച്ച് വെക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ജാസ്മിൻ ബഡ്സിൻ്റെ പകരം സെൻറ്ററിൽ വലിയ വലിയ ബീഡ്സ് ഉണ്ടല്ലോ, വെള്ള കളർ ബീഡ്സ് വെച്ചാലും നന്നായിട്ടുണ്ടാവും കേട്ടോ. വൈറ്റ് കളർ ബീഡ്സ് വെച്ചാലും നന്നായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ജാസ്മിൻ ബഡ്സ് അടുത്തടുത്ത് വെച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തൊരു രസമെന്ന് പറയുക കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഹെയർ ക്ലിപ്പ്, ഈ ഒരു സെൻറ്റർ ക്ലിപ്പ് വന്നിട്ട് ഞങ്ങൾക്ക് ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ അറിയാം എങ്ങനെ പോയാലും അവർ 200 രൂപ അതിൻ്റെ ഉള്ളിൽ എന്തായാലും വരും. പക്ഷെ ഞങ്ങൾ ഹാൻഡ് മെയ്ഡാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വിലയ്ക്കൊട്ട് കൊടുക്കാനും പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു 140 രൂപയ്ക്കൊക്കെ കൊടുക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 140 രൂപയ്ക്കൊക്കെ വെർത്താണ്. ബിക്കോസ് അതിൽ ഒരു സാധനം ഇളകി പോകാനില്ല. നമ്മൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം. ഗ്ലൂ ഗണ്ണാണെന്നുണ്ടെങ്കിലും അതിൽ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഒരു 140 രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ദിവസം ഒരു മോഡൽ വെച്ചിട്ട് നിങ്ങൾക്ക് 500 രൂപയിലേറെ എന്തായാലും സമ്പാദിക്കാൻ പറ്റും. നോക്കി നല്ല വെറൈറ്റി ആയിട്ടില്ല, നല്ല യുണീക്ക് പീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായില്ലേ എന്നൊക്കെ നോക്കാം. ഞാൻ എന്തായാലും എൻ്റെ മുടിയിലും കൂടെ വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് മനസ്സിലാവും. ആക്ച്വലി നിറയെ മുടിയുള്ളവരിങ്ങനെ പിന്നിട്ട് ഇതിടുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കാരണം ഇങ്ങനെ നീളമുള്ള മുടി, എനിക്ക് കുറച്ചേ മുടിയുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ തലയിൽ ഇത് എത്രത്തോളം ഭംഗി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ക്ലിപ്പ് വന്നിട്ട്. നോക്കി എന്ത് ഭംഗിയാണ് നോക്കിയൊക്കെ. കുറച്ച് ചരിഞ്ഞിട്ടുണ്ടോ തോന്നുന്നു, അത് നിങ്ങൾ കറക്റ്റായിട്ട് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ കണ്ണാടി നോക്കിയിട്ട് മീൻസ് നമുക്ക് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഞാൻ എന്തായാലും പിന്നാതെയുമുള്ള ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് ഏതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന്. നമുക്ക് ക്ലിപ്പ് ഭംഗിയാണ്, എങ്ങനെ ഇട്ടാലും ഭംഗി എന്നൊക്കെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഇഷ്ടമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇത്രയും നല്ല ഐഡിയാസ് ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾക്ക് പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത്ര മടി? എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ 2000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. തിങ്കളാഴ്ച ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.